Welcome to DB EduZone online class. Today we are going to discuss about +1 political science first chapter, Constitution, why and how. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ്. ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, വിവിധ തരത്തിലുള്ള ഭരണഘടനകൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, വിവിധ തരത്തിലുള്ള ഭരണഘടന ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫൈൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണഘടനയെ നിർവചിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? The Constitution contains a set of rules and regulations of the country. It is basic law of the country. ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചട്ടങ്ങളും നിയമങ്ങളും അടങ്ങിയ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. അപ്പൊ ഭരണഘടനയെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഭരണഘടനയിൽ അടങ്ങിയിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള സംവിധാനമാണ് ഭരണഘടന. ഇറ്റ് ഈസ് ദ ബേസിക് ലോ ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, വിവിധ തരത്തിലുള്ള ഭരണഘടന. ലോകത്തെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ഭരണഘടനയാണ് നിലവിലുള്ളത്. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ വിവിധ തരത്തിലുള്ള ഭരണഘടനയെയാണ് വിലയിരുത്തുന്നത്. അതിൽ ഓരോ തരത്തിലുള്ള ഭരണഘടനയും നമുക്ക് പരിശോധിക്കാം. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന. അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അലിഖിത ഭരണഘടന. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദൃഢഭരണഘടന. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അയവുള്ള ഭരണഘടന. ഇങ്ങനെയാണ് വർഗീകരിച്ചിട്ടുള്ളത് പ്രധാനമായും. ഓരോന്നും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ലിഖിത ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനെ വിലയിരുത്തുമ്പോൾ ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ആർ ഇൻ എ റിട്ടേൺ ഫോം ഇറ്റ് ഈസ് കാൾഡ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ലിഖിത രൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ എഴുതപ്പെട്ട രൂപത്തിലാണെങ്കിൽ അത്തരം രാജ്യങ്ങളുടെ ഭരണഘടനയാണ് ലിഖിത ഭരണഘടന അഥവാ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. എന്താണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ആർ ഇൻ എ റിട്ടേൺ ഫോം, ഒരു രാജ്യത്തിന്റെ ഭരണഘടന ലിഖിത രൂപത്തിലാണെങ്കിൽ, എഴുതപ്പെട്ട രൂപത്തിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലിഖിത ഭരണഘടന. കാരണം ആ ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ, വകുപ്പുകൾ, പരിച്ഛേദങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടതായിരിക്കും. ഇനി അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യ.
റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന്, എഴുതപ്പെട്ട ഭരണഘടനക്ക് നല്ലൊരു ഉദാഹരണമാണ് ഇന്ത്യ. ദെൻ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് യു മീൻ ബൈ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ? റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന് നേരെ ഓപ്പോസിറ്റ് ആണ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ആർ ഇൻ എ അൺറിട്ടേൺ ഫോം, ഇറ്റ് ഈസ് കാൾഡ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു രാജ്യത്തെ ഭരണഘടന അലിഖിത രൂപത്തിലാണെങ്കിൽ, എഴുതപ്പെടാത്ത രൂപത്തിലാണെങ്കിൽ അത്തരം രാജ്യങ്ങളുടെ ഭരണഘടനയാണ് അലിഖിത ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കണം. ഇതിന് നല്ല ഉദാഹരണമാണ് ഇംഗ്ലണ്ട് അഥവാ ബ്രിട്ടൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന് ഉദാഹരണം ഏതാണ്? രാജ്യങ്ങൾ ഏതാണെന്നൊക്കെ ചോദിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭരണഘടനയുടെ ഒരു വർഗീകരണമാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദൃഢഭരണഘടന. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ദൃഢ ഭരണഘടന. എന്താണ് ദൃഢഭരണഘടന എന്ന് പറയുന്നത്? ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് cannot be amended easily, it is called rigid constitution. ഒരു രാജ്യത്തെ ഭരണഘടനയെ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ അത്തരം ഭരണഘടനക്ക് പറയുന്ന പേരാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ദൃഢഭരണഘടന. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു രാജ്യത്തെ ഭരണഘടന, നിലവിലുള്ള ഭരണഘടനയെ എളുപ്പത്തിൽ ആ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ, അതായത് ഭേദഗതി വരുത്താൻ സാധ്യമല്ലെങ്കിൽ, അത് ഭേദഗതി വരുത്തൽ സങ്കീർണമാണെങ്കിൽ, എളുപ്പമല്ലെങ്കിൽ അത്തരം ഭരണഘടനക്കാണ് ദൃഢഭരണഘടന എന്ന് പറയുന്നത്. എന്താണ്? അമെൻമെന്റ് അല്ലെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ് ഈസിലി. ഭരണഘടനയിൽ എളുപ്പത്തിൽ ഭേദഗതി വരുത്താൻ, അതായത് മാറ്റം വരുത്താൻ സാധ്യമല്ല. മാറ്റത്തെ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ഭരണഘടനയാണ് ദൃഢഭരണഘടന. അതിന് ഉദാഹരണമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്ക നല്ലൊരു ഉദാഹരണമാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണഘടനയുടെ വകഭേദമാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അയവുള്ള ഭരണഘടന. എന്താണ് അയവുള്ള ഭരണഘടന? ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ക്യാൻ ബി അമെൻഡഡ് ഈസിലി, ഇറ്റ് ഈസ് കാൾഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ എളുപ്പത്തിൽ ഭേദഗതി വരുത്താൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ അത്തരം രാജ്യങ്ങളുടെ ഭരണഘടനയെയാണ് അയവുള്ള ഭരണഘടന അഥവാ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തെ ഭരണഘടനയെ എളുപ്പത്തിൽ മാറ്റം വരുത്താം, അതിൽ എളുപ്പത്തിൽ ഭേദഗതി വരുത്താം, അതിലെ വകുപ്പുകളില് അതിന്റെ ആർട്ടിക്കിളുകളെല്ലാം തന്നെ എളുപ്പത്തിൽ ഭേദഗതി വരുത്താം. നിലവിലുള്ള ഒരു രാജ്യത്തിന്റെ ഭരണഘടനയെ എളുപ്പത്തിൽ ആ ഭരണഘടനക്കകത്ത് മാറ്റം വരുത്താൻ സാധ്യമാകുന്ന ഭരണഘടനയാണ് ആ ഭരണഘടനയെങ്കിൽ ആ രാജ്യത്തിന്റെ ആ പ്രസ്തുത ഭരണഘടനയെ അയവുള്ള ഭരണഘടന എന്ന് പറയുന്ന എന്താണ്? ഈസിലി അമെൻഡഡ്, പെട്ടെന്ന് മാറ്റം വരുത്താം എന്നതാണ് അയവുള്ള ഭരണഘടനയുടെ പ്രത്യേകത. ഉദാഹരണം ബ്രിട്ടൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ദൃഢഭരണഘടനയും അയവുള്ള ഭരണഘടനയും? ആ രാജ്യങ്ങൾക്കൊരു ഉദാഹരണം എല്ലാം കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു നമ്മൾ. അതില് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും നമ്മൾ പഠിച്ചു.
അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ നന്നായിട്ട് പഠിക്കുക. സോ ഐ ആം സ്റ്റോപ്പ് ഹിയർ. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.